തുടങ്ങാം. എന്നാ വരൂ, അമ്മ. നിങ്ങളെ ശരിക്കും നമ്മൾ ഈ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു ഇത് ജുബി മിയാപ്പി മേക്ക് ഉറപ്പായിട്ടും ഐസ്ക്രീം വാങ്ങി തരും. നല്ല ചില്ലായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരും. ഇല്ല ഒരാൾക്കും വാങ്ങി തരില്ല. കോർപ്പറേറ്റ് HR ആണ്. ഏതിന്റെ കെയർ ലൈവ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അതിന് നമുക്ക് പൈസ എന്തെങ്കിലും തരേണ്ടി വരും. ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി നമ്മൾ വെറുതെ വിളിച്ചതാ. അപ്പൊ അതിന് പക്ഷെ കയറി വന്ന് ഉമ്മയും അന്ന് ഞാൻ വിളിച്ചിട്ടേ ഇല്ല. പക്ഷെ ഫസ്റ്റ് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നത് ഇയാള്. ഇപ്പൊ പഴയമാരില്ല. ഇപ്പൊ എല്ലാവർക്കും നല്ല മേക്കപ്പ് ചെയ്യണം അല്ലേ? മിയ മേക്കപ്പ് ചെയ്യോ? ഹെൽപ്പാണ്. ഓളെല്ലാം ചെയ്തോളൂ. കാണിക്ക്. അല്ല, ഞാൻ വൈകുന്നേരം വരാന്ന് പറഞ്ഞപ്പോ തന്നെ ജുബി പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ അപ്പെട്ടതാണ്. അതായിരുന്നു അന്ന്. ഇപ്പൊ ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്താ പോരല്ലേ? ഇങ്ങനെ വന്ന് കാണേണ്ട കാര്യമുണ്ടല്ലേ? അടുത്തുള്ളവർക്ക് വരുന്ന വേണം. ഒരു ചടങ്ങ് എന്ന് പറയുന്ന സംഭവം നടന്നിട്ടില്ല. പിന്നെ പക്ഷെ നിങ്ങള് മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് അതുപോലും ഉണ്ടായിട്ടില്ല. ആണ് നമുക്കതൊന്നുമില്ല. ഇനിയിപ്പോ റെജീന്റെ അടുത്ത് ഇനിയിപ്പോ പറയാനും പറ്റില്ല. നമ്മളാണ് പ്രസവം നിർത്തിയും പോയി. പോരെ, രണ്ടാണെങ്കിലും നല്ലോണം നോക്കാൻ പറ്റിയാൽ അത് പോരെ. അത് മതി. നമ്മള് വളർന്നിട്ട് കൊടുക്കണമെന്നില്ല. പക്ഷെ അതല്ലല്ലോ ഇന്നിട്ട് കുറ്റപ്പുറത്ത് പോലും നിങ്ങൾ എന്തിനാണ് ട്രെയിൻ ചെയ്ത് കൊടുത്തതെന്നൊക്കെയാണ് ചോദിച്ചത്. നിർത്തിയതല്ലേ? എന്തിനാ? നിങ്ങൾക്കോ? അടുക്കളയില ഇവര് പറയും പോലെ അല്ല, വീഡിയോ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊരു നല്ല ഷെഫല്ലേ? നിങ്ങളെ മെയിൻ മാസ്റ്റർ പീസ് എന്താണ്? മന്തി. അത് വേറെ അളിയന് ഏറ്റവും ഇഷ്ടമുള്ള എന്താ? ഏറ്റവും ഇഷ്ടമുള്ളത് ഉണ്ടാക്കുന്നതിൽ എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കിയതില് മീൻ മുളക്. ഇന്ന സമയത്ത് പിന്നെ നമുക്ക് വെറുതെ പാട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എന്തോ ഒരു ചെറിയൊരു കൈപ്പുണ്യം വിളിക്കുന്നത് ആരതാണെന്ന് അറിയില്ല. ഫുഡില് പീസ് ഉണ്ടാക്കോ? നീ ഫുഡ് ഉണ്ടാക്കോ? എന്തുണ്ടാക്കും? എന്ത്? അത് മറ്റേ മിയ ഹിന്ദി പറയണ മാതിരിയല്ലേ? ഇപ്പൊ ഇവർക്ക് അറിയില്ലല്ലോ. പുതിയ ഐറ്റം ആവുമ്പം എന്താണോ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയാലും നല്ല രസമുണ്ടാവും.
അതിലൊരു കൈപ്പുണ്യം വേണ്ടേ? യൂട്യൂബിൽ നോക്കി ശരിയാ. സാധനം വാങ്ങി പക്ഷെ യൂട്യൂബിൽ എന്ന് പറയുമ്പോ സത്യത്തില് ഈ ഫുഡ് ഉണ്ടാക്കുന്നവർ എല്ലാം തുറന്ന് പറയുന്നുണ്ടോ, എല്ലാം ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മറികട അതിലുണ്ടാവൂലേ? ചില ആൾക്കാർ ജെന്യൂൻ ആയിട്ട് പറയണവരുണ്ട്, ഇത് കൊളായി എന്ന് പറയും. പക്ഷെ ചില ആൾക്കാർ എന്തുണ്ടാക്കി കഴിഞ്ഞാലും പറയും അടിപൊളിയാന്ന് അവരെന്നെ പറയും അല്ലേ? അത് ഓരെന്നെ ഉണ്ടാക്കുന്നത് പറയും എന്ന് പറയും. അതില് കാര്യമില്ല. കുറച്ച് ഉപ്പ് ജാസ്തി, രണ്ട് വെളുത്തുള്ളി ജാസ്തി, അതിങ്ങനെ കറക്റ്റായിട്ട് പറയും. പേഴ്സണലായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോ ആണ് ആയിഷാസ് കിച്ചൺ. നിങ്ങൾക്ക് ഇന്ന് സ്വന്തമായിട്ട് അങ്ങനത്തെ എന്താ പരിപാടി നോക്കിക്കൂടെ? എന്ത് ഡ്രൈവിങ് ഏത് കാലം പറയുന്നുണ്ട്? പ്ലാനിങ് നടക്കുന്നുണ്ടോ? അത് ഡെയിലി നടക്കുന്നുണ്ട്. ആ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മതി. പിന്നെ അത് വെറുതെ ചെയ്യുന്നതാണ്. അവിടെ കിടക്കുമല്ലോ എന്തെങ്കിലും. അതിനിപ്പോ ഏത് അവസ്ഥയിൽ കൂടെ എന്തോ ഇത് പറഞ്ഞ മാതിരി ഈ സംഭവം പിന്നെ നിങ്ങളിന്ന് ആലോചിക്കുന്നുണ്ടല്ലോ, നാശാക്കാനെങ്കിലും പിന്നെ ഓ നന്നായത് എന്ന് വിചാരിച്ചിട്ടെങ്കിലും ആലോചിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്ത് വിചാരിക്കുന്ന പറക്കത്ത് നമുക്ക് അങ്ങനെ ആലോചിക്കാതെ നിൽക്കാൻ പാടില്ല. ആലോചിക്കണ്ട്. കളിയുണ്ട് ഇന്നലെ കളി കണ്ട മാതിരി തോന്നി. ഇല്ലല്ലോ. ഞാൻ കഴിച്ചു കഴിഞ്ഞാണ്. അതാണോ? അടിപൊളിയുണ്ട്. എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആയിട്ട് കോപ്പർ കിച്ചണിൽ വരിക. ഇന്ന് നമുക്ക് ഷെയർ ഒന്നും കിട്ടില്ല. ഈ മട്ടനും അടിപൊളിയാട്ടോ. ആണോ? പാലാടിക്ക് കൊണ്ടുവന്നതോ, ആ. കൈ പിടിച്ച് കൊണ്ടുവന്നതും, അങ്ങനെ പല 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 സ്റ്റോറീസ്. രാത്രിയിൽ ഒരു കറച്ചറി ആ അതുണ്ട്. പാട്ട് കേൾക്കുന്ന റെക്കോർഡ് പേരും കൊണ്ട് തിരിച്ച് 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 പിന്നെ ആദ്യം മുതലിട്ട് കേൾക്കും ആ അതൊക്കെ ഉണ്ട്. അല്ലേ? അതൊക്കെ ഞാൻ പറയാം. നമ്മൾ പിന്നെ അന്നേ പാട്ടിനോടാണ് ഞങ്ങളാണ് കണ്ട് ഇൻസ്പയർഡ് ആയത്. ആ ആദ്യം ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അളിയൻ റെക്കോർഡ് ചെയ്തു തരും. ആ അളിയൻ നല്ല മെലഡി സോങ്സ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ തമിഴ് പാട്ടൊക്കെ കാസറ്റ് റെക്കോർഡ് ചെയ്ത് കൊണ്ടുതരും. കണ്ടായിരുന്നു? എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അന്ന് അവിടെ ഷോപ്പുണ്ടല്ലോ, മറ്റേ പള്ളി കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള ആ വലിയ ടവറിന്റെ ഓപ്പോസിറ്റ്. എക്സ്ചേഞ്ച്. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ ജോലിക്ക് മറ്റേ ഗൂഡല്ലൂരൊക്കെ വെറുതെ പോകുന്ന സമയത്ത് ആ ഏരിയയിലേക്ക് വെറുതെ ഒന്ന് വണ്ടി എടുക്കും. എന്നിട്ട് നിങ്ങളെ ഷോപ്പില്ലേ, ആ ഷോപ്പിന്റെ അവിടെ നിന്ന് റിവേഴ്സ് എടുത്തിട്ട് അങ്ങ് പോകും. ആ നിങ്ങളെ ഷോപ്പിന്റെ അവിടെ എപ്പോഴും ആ ബിൽഡിംഗ് ഉണ്ട്. അവിടെ എന്തോ ഷോപ്പോ എന്തോ പരിപാടി എന്തോ ഉണ്ട്. അതിന്റെ മുകളിലൊരു തിയേറ്ററിലിരുന്നു നിങ്ങളെ കൂട്ടുകാരൻ്റെ എന്തോ. ആ അവിടെ പോയിട്ട് സിനിമ കണ്ടൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഓപ്പറേറ്റർ റൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനത്തേനൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുറ്റങ്ങളൊക്കെ പറയും, നല്ലത് മാത്രം പറയും. ജെറ്റ്ലി ചെറിയൊരു നമ്മള് കൽപ്പറ്റ ഒരു ഷോപ്പുണ്ട്. ഫൈറ്റ് ലൈറ്റുകള് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫൈറ്റ് ഭയങ്കര ഫൈറ്റാണ് അത്. അല്ല നിസാംകാക്കാന്റെ മുഖം കണ്ടില്ലേ?
നിസാമിന്റെ മുഖത്തിലൊക്കെ എപ്പോഴും ഉണ്ടാവും, മുമ്പിലുണ്ടാവും അടയാളം. ആരാക്കി പാടാന്നും കൂടെ പറഞ്ഞു അത് propose ചെയ്യും. ക്യാമറ ഇരിക്കും. ക്യാമറ എന്റെ മുഖത്താണ് കൂടുതൽ പാടുണ്ടാവുക. ആ ഞങ്ങൾ അങ്ങോട്ട് ഇവർക്ക് പെട്ടതാവും. നിങ്ങൾ തല്ലല്ലോ. ഞാൻ പാവായിരുന്നു, അവളാണ് എന്നെ തന്നെ. ഈയിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ അതൊക്കെ ചിലപ്പോ ഇതിൽപ്പെട്ട തന്നെ ആയിരിക്കും. അങ്ങനത്തെ തെന്നിപ്പിന്നു എന്താണ് പറയാൻ പറ്റില്ല. ഉറപ്പാ. എന്താണ് തലകുത്തി മറയിലായിരിക്കില്ലേ? സോനെ എന്താണ് തലകുത്തി മറിയത്? അടി എന്ന് പറഞ്ഞാൽ അടി തന്നെയാണ്. അതിൽ അവിടെ ഒരു അപ്പീലും ഇല്ല. ജാം വന്ന കുറച്ച് കൂടുതലാ കേക്ക്. ആ എന്താണ് ഫോൺ മാറ്റി. ഷുഗർ സിറപ്പിന് പകരം പച്ച സോസ് വെച്ച് നല്ല രസമുണ്ടാവും. ഇതിപ്പോ പഞ്ചസാര കൊണ്ടിട്ട് ഉള്ളല്ലേ? അതൊക്കെ തിന്നുന്നത് ഭയങ്കര ഇഷ്ടമായി. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിനെ പോലെയാണ്. സ്കിൻ കെയറോ? രാത്രി രാത്രി ഉമ്മച്ചിന്റെ ഒരു സ്പെഷ്യൽ ഒരു സംഭവമുണ്ട്. ആ അതാണ് ഉമ്മച്ചിന്റെ ബ്യൂട്ടിന്റെ സീക്രട്ട്. വെറുതെ അല്ല, മുഖമൊക്കെ പാണ്ട് വന്ന മാതിരിയായി. വെളുത്തിട്ട് പാറ പോലല്ലേ? ആ വെളുത്ത് പാറിയിട്ടുണ്ട്. ആ ഉമ്മച്ചി ബേസിക്കലി ഒരു സുന്ദരി ആയതുകൊണ്ട് ആ അല്ല, നിങ്ങളടുത്ത് അത് നിസാം പറഞ്ഞ ഡയലോഗ് അല്ലത്? വെളുത്തിട്ട് പാറിയിട്ടുണ്ടല്ലോ എന്നൊരു ദിവസം അല്ലേ? അത് സത്യം തന്നെയല്ലേ? അപ്പം വെളുത്ത് പാറിയിട്ടുണ്ട്. വെളുത്ത് പാറ പറഞ്ഞാൽ എക്സ്ട്രീം ആവുക. എന്നെ പോലൊക്കെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആവാൻ ശ്രമിക്കുക എല്ലാവരും. ശരിടി. വെള്ളം